guys, welcome back to our channel. സോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇടുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസൊന്നുമല്ല, അതിന് ഞങ്ങളൊരു ചെറിയൊരു പിക്നിക്കിന് പോവുകയാണ്. അങ്ങനെ ചെറിയൊരു ഇവിടെ അടുത്തുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് നല്ല രസമാണ് ആ സ്ഥലം കാണാൻ. സോ അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ പിള്ളേർ ടീംസായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വലിയവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ അവിടെ അവസാനമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത്. ഏകദേശം 8-9 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ ഒരു സ്ഥലം കണ്ടിട്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ രാവിലെ പോകാനിരുന്നതാണ്. രാവിലെ പോയി കാണുമ്പോഴാണ് അവിടെ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ പോകാനിരുന്നതാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ ഉറക്കം എണ്ണിക്കാൻ താമസമുണ്ട്. കുറേ ലേറ്റായി, ഒരു 10-11 മണിയൊക്കെ ആയി. സോ അപ്പോൾ ഞങ്ങൾ ധൃതി പിടിച്ചെല്ലാം റെഡിയായി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആ ഒരു ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഗായ്സ്, ഞങ്ങൾ ഇത്രയും പേര് വോട്ടർസിലാണ്. അതിനകത്ത് ഏറ്റവും കുരുട്ടാണ് നമ്പി. അപ്പം പോകുന്ന വഴി മൊത്തം ഫുൾ കാടാണ്. ആരോ പറയുന്ന പോലെ ഫോറസ്റ്റ് മൊത്തം കാടാന്ന് പറഞ്ഞ പോലെ ഫുൾ കാടായിരുന്നു. ആനയൊക്കെ വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വഴി ഭയങ്കര മോശമായതുകൊണ്ട് എനിക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇറങ്ങി ഫ്രണ്ടിലിരുന്നു, കാരണം എനിക്ക് ഇരിക്കാൻ അതിനകത്ത് സ്ഥലമില്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി പയ്യെ പോകുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പയ്യെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. പിന്നെ ഇതുപോലെ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഈ പാലത്തിൻ്റെ അതിലെ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇല്ല, അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്ന പോലെ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ നല്ല രസമാണ്. വെള്ളം രണ്ട് വശത്ത് ഇങ്ങനെ ചീറ്റി പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്ന സ്ഥലത്തെല്ലാം നിർത്തി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കാട് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പിരാന്ത് പിടിക്കും. അപ്പോൾ ഞാനിങ്ങനെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ്. ഒരുപാട് വെള്ളം ഇതുപോലെ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഇവരെല്ലാവരും കൂടെ തന്ന പണിയാണ് ഗൈസ് ഇത്. അപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് എനിക്ക് വലുതായിട്ട് നനയാൻ പറ്റിയില്ല, നനഞ്ഞില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ. ഇങ്ങനെ വെയിലൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറേ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞു വലിയ ബട്ടർഫ്ലൈസ്. അത് ഡിഫറെൻറ്റ് കളറിലൊക്കെ ഉള്ള, അതിനകത്ത് ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആയിരുന്നു കേട്ടോ. ഞാൻ തൊട്ടപ്പോഴൊന്നും പറന്നൊന്നും പോയില്ല. പിന്നെ ഈ കാണുന്ന കാണ്ടല്ലോ, ഇത് നമ്മുടെ കാട്ടുപേരയ്ക്ക എന്നൊക്കെ പറയും. എൻ്റെ ബ്രദർ എനിക്ക് പറഞ്ഞതാണ് ഒരു കാട്ടുപേരയ്ക്കയാണ്. അപ്പം ഇങ്ങനെ സ്മെല്ലൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, ഒരു പേരയ്ക്കയുടെ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു ചെടിയിൽ നിന്ന് തന്നെ കിട്ടിയാണ് ഈ മൺകട്ട പോലത്തെ എന്തൊരു സാധനം, എന്തായാലും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെറ്റും കാര്യങ്ങളൊന്നും അവിടെ പ്രതീക്ഷിക്കുകയേ വേണ്ട, അതിന് ആ ഒരു മലയുടെ ഏറ്റവും മുകളിൽ എത്തുന്നിടം വരെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ റേഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഈ ഒരു മരം കണ്ടോ, ഇതിനകത്ത് ഒരു റെഡ് ഫ്ലവർ കളിക്കും. അതെല്ലാം കൂടെ ഇങ്ങനെ അതിങ്ങനെ വിരിഞ്ഞിട്ട് ഇത് വീഴുമല്ലോ. വീഴുന്ന സമയത്ത് ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒരു മെത്ത പോലെ ഇങ്ങനെ നടക്കും. നല്ല രസമാണ്. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എക്സാക്റ്റ് ഈ ഒരു പ്ലേസ് അല്ല കണ്ടിട്ടുണ്ടായിരുന്നത്, വേറൊരു പ്ലേസിലാണ് അതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു ഇത് തന്നെ സെയിം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ആ പൂവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേക്കാം. പിന്നെ ഞങ്ങൾ കുറേ നേരം നടന്നു. പിന്നെ വണ്ടിയിൽ കയറി അങ്ങനെയൊക്കെ അങ്ങോട്ട് നടന്നു, വണ്ടിയിൽ ഇതാക്കി അവിടെ എത്തി. പിന്നെ ഞങ്ങൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ട് ഒരു ചെറിയൊരു തട്ടുകട ഉണ്ട്. അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച്, അവിടെ ഈ പഴയ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ ഇങ്ങനെ ഹൽവ പാക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, പിന്നെ പുളിമുട്ടായി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ച്, പിന്നെ അവിടെ 2 തടി ഇങ്ങനെ കെട്ടി ചെയർ പോലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തിരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഒന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ എത്തി. അതിൻ്റെ പേര് പറഞ്ഞിട്ട് റോസ്മല വ്യൂ പോയിൻ്റ് ആട്ടോ. നിങ്ങൾ ഇങ്ങനെ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ പേരുകളൊക്കെ എഴുതി ഇങ്ങനെ വെക്കും. അപ്പോൾ ഇവിടെയും കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അത് വായിക്കുമ്പോൾ എന്താ കുറച്ച് കോമഡി ആയിട്ട് കുറച്ച് ഫണ്ണായിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതിനകത്ത് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് വന്നിട്ട് ഏലക്കയാണ്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വെച്ചാൽ എന്തോ മഞ്ഞളോ കാട്ടുമഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ ഇങ്ങനെ കുറേ നേരത്തെ എൻ്റെ ഗവേഷണത്തിനൊടുവിൽ അതിൻ്റെ നമ്മുടെ ഏലം ഇങ്ങനെ ഏലക്ക എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പച്ചയായിരുന്നു, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, ഏലക്ക തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് സ്മെല്ല് ചെയ്ത് നോക്കിപ്പിക്കരുത് ഏലക്ക കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അവിടെ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ടായിരുന്നു. ഫുൾ നടക്കലായിരുന്നു ഇന്ന് ആ ഒരു ദിവസം പോയപ്പോഴുള്ള മൊത്തത്തിലുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടന്നു. ഇങ്ങനെ കുറേ പാറക്കെട്ടുകളുടെ മണ്ടയിൽ കൂടെ ചെന്നിട്ട് ഇതായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വ്യൂ പോയിൻറ്റിലെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വന്നിട്ട്. ആദ്യമേ വന്നോന്ന് എന്തോന്നത്. അപ്പോൾ അതിനകത്തൊരു ഐലൻഡ് വന്നിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ, അതായത് ലവ് ചിഹ്നത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ടിട്ടാണ് അവിടെ ലവ് ലാൻഡ് എന്നങ്ങോട്ട് പറയുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ക്ലൗഡ്സും അതുപോലെ തന്നെ ഈ മൗണ്ടൻ പീക്സും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഒരു എന്താ പറയുക, ഒരു കാം ആയിട്ടുള്ളൊരു പ്ലേസാണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര റിലാക്സഡായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണിത്. സോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ടോപ്പിൽ പോയി നിന്ന് നല്ലോണം അവിടെ നിന്ന് കാണാൻ പറ്റും. അതിനുശേഷം ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ ആണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഞങ്ങൾ. ഇതാണ് നെല്ലിമരവേ. പക്ഷെ ഇതിനകത്ത് ഇത്രയും ചെറിയ നെല്ലിക്ക കിളിക്കത്തുള്ളൂ. കാണാൻ നല്ല കുറുക്കന്മാർ, കുഞ്ഞു നെല്ലിക്ക. ഇത് വളരത്തില്ല, ഇതിങ്ങനെ കണ്ടോ. ഇത് ഫുള്ളും ഇവിടെ ഉണ്ട്. ഒന്നും മിണ്ടായിരിക്ക്. കണ്ടോ, ഇത് ഫുള്ളും ഇവിടെ ഉണ്ട്. പിന്നെ കുറേ നേരം അവിടെ ഇതേപോലെ വള്ളികൾ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കുരങ്ങന്മാരെല്ലാം കൂടെ അതിനകത്ത് പോയി തൂങ്ങുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആ ഒരു പ്രത്യേക സ്ഥലം മാത്രമല്ലാതെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല 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 കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്തുണ്ടായിരുന്നു ഈ ഒരു മരം കേട്ടോ. ഈ മരത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗുഹ പോലെ, അത് തന്നെ ആ ഒരു ഗുഹ പോലെ ഇങ്ങനെ തരത്തിലുള്ളൊരു മരമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ചുറ്റിലൊക്കെ ഈ കല്ലൊക്കെ വെച്ച് അതിനെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്നത്. സോ അങ്ങനെ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴി ഞങ്ങളുടെ സ്ഥലത്താറായപ്പോൾ എൻ്റെ പഴയ സ്കൂൾ, ഞാൻ UPS പഠിച്ചിട്ടുള്ള സ്കൂളാണിത്. അപ്പോൾ അവിടെയും കൂടെ കയറി ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ, ടാറ്റാ, ബൈ ബൈ.